ഒന്ന് നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസിൽ മന്ത്രവാദിനിയും സംഘവും തട്ടിയെടുത്ത 37 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ സംഘം തട്ടിയെടുത്ത 92 പവൻ സ്വർണം കണ്ടെടുക്കാനായി. മന്ത്രവാദത്തിന്റെ പേരിൽ 596 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഗഫൂർ ഹാജിയിൽ നിന്ന് ജിന്നുമയും സംഘവും തട്ടിയെടുത്തത്. കെ വി ബൈജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ബൈജു, ഇപ്പോൾ പല ജുവലറികളാണ് എന്ന് മനസ്സിലാക്കണം ഈ സ്വർണ്ണാഭരണങ്ങൾ പണയം വെക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്തത്. അത് ഓരോന്നായി കണ്ടെടുത്ത് വരികയാണ്. ഇനിയും കണ്ടെത്താനുണ്ട് കിലോ കണക്കിന് സ്വർണം. ഇപ്പോൾ ഏതൊക്കെ തലത്തിലാണ് അന്വേഷണം? രഞ്ജിത്തെ, കാസർഗോഡ് നഗരത്തിലെ വിവിധ ഇടങ്ങളിലാണ് ജ്വല്ലറികളിലാണ് ഇവർ ഇത്തരത്തിൽ സംഘം ഇത് വിൽപ്പന നടത്തിയത്. അതുകൂടാതെ സഹകരണ സംഘത്തിൽ പണയം വെച്ച സ്വർണം കൂടി കണ്ടെടുക്കാനായിട്ടുണ്ട് പോലീസിന്. പക്ഷെ അത് വീണ്ടെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 37 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി ഈ 596 പവൻ സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും 92 പവൻ സ്വർണം പോലീസിന് കണ്ടെടുക്കാനായി. ഇതിനു പുറമെ ചട്ടഞ്ചാലിലെ ഒരു സഹകരണ സംഘത്തിൽ പണയം വെച്ച 11 പവൻ സ്വർണം അത് പോലീസ് ഇപ്പോൾ ആ നോട്ടീസ് നൽകിയിട്ടുണ്ട് ബാങ്കിന് തിരിച്ചെടുക്കാനുള്ള. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഈ പ്രതികളുടെ 4 പ്രതികളുടെ, അതായത് ജിന്നുമ്മ എന്ന മന്ത്രവാദിനിയായ ഷമീമ, ഇവരുടെ ഭർത്താവ്, സഹായികളായ 2 പേർ, ഇവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരും. എന്തായാലും വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ ഹർജി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഈ പ്രതികൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ സ്വർണം ഇത്തരത്തിൽ വിൽപ്പന നടത്തിയത് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ വീണ്ടെടുക്കാനായുള്ള സമയം പോലീസിന് കിട്ടിയിട്ടില്ല. 10 ദിവസമാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചെങ്കിലും 3 ദിവസം മാത്രമായിരുന്നു ഇവർക്ക് കസ്റ്റഡിയിൽ ലഭിച്ചത്. അതായത് തിങ്കളാഴ്ചയാണ് ഈ 4 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഹോസ്റ്റർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. ഇന്ന് അതിന്റെ കാലാവധി കഴിയുകയാണ്. ഇനി വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ ഹർജി നൽകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ തട്ടിപ്പിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് അത്തരത്തിൽ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരിലേക്ക് ഈ അന്വേഷണം പോകേണ്ടതുണ്ട്. കൂടുതൽ പേരെ ഈ സംഘം തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഹോസ്തൂർ കോടതിയിൽ ഇവരെ ഹാജരാക്കും, വീണ്ടും റിമാൻഡ് ചെയ്യും. പക്ഷേ അപ്പോഴും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് വീണ്ടും അപേക്ഷ നൽകി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനം. ഏതായാലും 596 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് പല ഘട്ടങ്ങളിലായി ഗഫൂർ ഹാജിയിൽ നിന്നും സംഘം തട്ടിയെടുത്തത്. സ്വർണം ഇരട്ടിപ്പിക്കാം എന്ന് പറഞ്ഞായിരുന്നു ഇത്തരത്തിൽ പണം തട്ടിയിരുന്നത്. അതിലാണ് ഇപ്പോൾ 92 പവൻ സ്വർണം വീണ്ടെടുക്കാനായത്. ഇനി ബാക്കിയുള്ള സ്വർണം കൂടി കണ്ടെത്താനുണ്ട്. അതിനു പുറമെ പല ഭാഗത്തു നിന്നും പരാതി ഇവർക്കെതിരെ വരുന്നുണ്ട്. അത്തരം കേസുകളിലും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇത് കോടതിയെ ബോധ്യപ്പെടുത്തി വീണ്ടും 5 ദിവസം കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ തീരുമാനം അന്വേഷണ സംഘത്തിന്റെ. അത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഇന്ന് 4 മണിയോടുകൂടി ഈ കസ്റ്റഡി കാലാവധി തീരും. അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ ആലോചനയുള്ളത്. ഏതായാലും 11 പവൻ കൂടി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സഹകരണ സംഘത്തിൽ പണയം വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്വർണം കൂടി വീണ്ടെടുക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് പോലീസ് ഊർജിതമായി കടക്കുകയാണ്. എന്തായാലും 2023 ഏപ്രിൽ 14 ഈ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തുന്നത് തല ഭിത്തിയിലിടിച്ച് കൊലപ്പെടുത്തുന്നതാണ് ഉണ്ടായത്. അതായത് ഈ സ്വർണം താൻ കബളിക്കപ്പെട്ടു എന്നറിഞ്ഞ് തിരിച്ചു ചോദിച്ചതോടുകൂടിയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതും ഈ സംഘം വീട്ടിലെത്തി ഗഫൂർ ഹാജിയെ കൊലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ കേസിൽ ഇന്ന് കസ്റ്റഡി കാലാവധി തീരും. വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. രഞ്ജിത്ത്. ശരി, കെ വി ബൈജു വിവരങ്ങൾ പങ്കുവച്ചു.